ഓട്ടുപാറ ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ വലിയ കുറവിൽ. ഓട്ടുപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, ഒപ്പം പഴയ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1399 രൂപയ്ക്ക് മിക്സികൾ, ഫാനുകളെല്ലാം വലിയ വില കുറവിൽ. ഇൻഡക്ഷൻ കുക്കർ 1199 രൂപ. 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ 1999 രൂപ മുതൽ ആരംഭിക്കും. ഈ സൗജന്യങ്ങൾ ഓട്ടുപാറ ജനതയിൽ മാത്രം. ജനത ഓട്ടുപാറ. ഫോൺ 9526267779. NSSന്റെ നിലപാടിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. NSSുമായോ SNDPയുമായോ കോൺഗ്രസിന് ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. NSS ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ തീരുമാനമെടുക്കാം. അയ്യപ്പ സംഗമത്തിന് പോയിരുന്നെങ്കിൽ പ്രതിപക്ഷം അപഹാസ്യരായേനെയെന്നും VD സതീശൻ പ്രതികരിച്ചു. NSSുമായി ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. വെള്ളാപ്പള്ളി ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ തന്നെ അപമാനിച്ചു. പക്ഷേ അവരുടെ പരിപാടിയിൽ താൻ പങ്കെടുത്തു, ഒന്നും തിരിച്ചു പറഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായ സംഘടനകൾ ഓരോ സമയത്തും ഓരോ നിലപാടുകൾ സ്വീകരിക്കും. പിണറായി വിശ്വാസികളെ കബളിപ്പിച്ചു, കപടഭക്തനായി അഭിനയിച്ചു. ഏതെങ്കിലും സാമുദായിക നേതാക്കളുമായി കോൺഗ്രസിനോ UDF നേതൃത്വത്തിനോ ഒരു തർക്കവുമില്ല. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് തങ്ങളാണ് ഉണ്ടായിരുന്നത്. വിശ്വാസികൾക്കെതിരായ കേസ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ജനങ്ങളെ അങ്ങ് ഞെട്ടിക്കാമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും കേസുകൾ പിൻവലിക്കുമോ എന്നും ചോദിച്ച സതീശൻ, കഴിഞ്ഞ 10 വർഷമായി ശബരിമലയെ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ഇപ്പോഴെത്തിയത് എന്തിനാണെന്നും ചോദ്യമുയർത്തി. പിണറായി വിജയൻ സർക്കാർ എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത്? സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനമെടുക്കാം. പോയിരുന്നെങ്കിൽ പ്രതിപക്ഷം പരിഹാസപാത്രമാകുമായിരുന്നു. വർഗീയവാദികളുടെ പ്രസംഗം വായിച്ച് കോൾമയർ കൊള്ളുന്നത് കാണേണ്ടി വരുമായിരുന്നു. UDFന്റേത് രാഷ്ട്രീയ തീരുമാനം, അത് ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് കപടതയാണ്. മുഖ്യമന്ത്രി കപടഭക്തനായി അഭിനയിച്ചു. NSSുമായോ SNDPയുമായോ ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ അഭിപ്രായമുണ്ട്. ആചാരം സംരക്ഷിക്കാൻ നിലപാടെടുത്തത് കോൺഗ്രസാണ്. പിണറായി വിജയൻ സർക്കാരാണ് ആചാര ലംഘനത്തിനായി പ്രവർത്തിച്ചത്, VD സതീശൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.